بسم الله الرحمن الرحيم. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എൻ്റെ മക്കൾക്ക് സുഖം തന്നെയല്ല എല്ലാവർക്കും. എല്ലാവരും പാഠമൊക്കെ തുറന്ന് വെച്ചിട്ടുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇല്ലാത്തവർ വർക്ക് ബുക്കിലെ പേജ് നമ്പർ 55 കൂൺ എന്നുള്ള പാഠം എടുത്തു വെക്കുക. ഇന്ന് നമ്മൾ ഈ പാഠത്തിലൂടെ പഠിക്കുന്ന 2 മലയാള അക്ഷരങ്ങളാണ്. നിങ്ങളിവിടെ കാണുന്നുണ്ട്. ഒന്ന് ന എന്നുള്ള അക്ഷരം, പന, ആന അങ്ങനെ തുടങ്ങിയ വാക്കുകളൊക്കെ ഉള്ള ന എന്നുള്ള അക്ഷരം. മറ്റൊന്ന് ണ, ആണി, അണ്ണാൻ, പണി, കൂണ്, തുണി, തൂണ് അങ്ങനെ തുടങ്ങിയ ഒരുപാട് വാക്കുകൾ വരുന്ന അക്ഷരമാണ് ണ. ഇൻഷാ അല്ലാഹ് ഈ 2 അക്ഷരവും നമ്മൾ ഈ പാഠത്തിലൂടെ പഠിക്കുന്നുണ്ട്. എൻ്റെ മക്കൾ വളരെ ശ്രദ്ധാപൂർവം ക്ലാസ്സൊക്കെ കേൾക്കണം. എല്ലാവരും ഉഷാറല്ലേ? എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടിയല്ലേ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത്? ആവേശത്തോടു കൂടി, താല്പര്യത്തോടു കൂടി എല്ലാവരും വളരെ നല്ല രീതിയിൽ എന്ത് ചെയ്യുക, ക്ലാസ് അറ്റൻഡ് ചെയ്യണം. പുസ്തകം നിർബന്ധമായിട്ടും തുറന്ന് വെക്കുകയും ചെയ്യണം. ഇൻഷാ അല്ലാഹ് നമ്മൾ ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. ബിസ്മില്ലാഹി റഹ്മാനി റഹീം. ഇന്ന് നമ്മൾ എടുക്കുന്നത് 7ാമത്തെ പാഠമാണ്, ദുറൂസിലെ 7ാമത്തെ പാഠം. പാഠത്തിൻ്റെ പേര് കൂണ് എന്നാണ്. കൂണ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന്? ഇതാണ് കൂണ്. നിങ്ങളുടെ വീടുകളിൽ, പറമ്പിൽ, അതേപോലെ തന്നെ മരത്തിൻ്റെ ചുവട്ടിൽ, മരത്തിൻ്റെ മുകളിലൊക്കെ ആയിട്ട് മഴക്കാലമാകുമ്പോൾ ഉണ്ടാകുന്ന ഒരു സാധനമാണിത്, കൂണ്. ഇല്ലെങ്കിൽ മഴക്കാലമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നിങ്ങൾ ഉമ്മാനോടൊക്കെ ചോദിച്ച് ഈ സാധനം എന്താണെന്ന് മനസ്സിലാക്കി വെക്കണം. ഇതാണ് കൂൺ. കൂണ് എന്നാണ് മലയാളത്തിൽ ഇതിനെ പറയാം. കൂ എന്ന് നമ്മൾ പഠിച്ചതാണ് അല്ലേ? കൂ എന്നുള്ള അക്ഷരം പഠിച്ചതാണ്. പുതിയ അക്ഷരമാണ് ഈ ചുവന്ന കളറിൽ ഇവിടെ വന്നിട്ടുള്ള ണ്. സുക്കൂനോട് കൂടിയാണ് ഇവിടെ വന്നിട്ടുള്ള ണ് എന്ന്. ഇനി നിങ്ങൾ നോക്കൂ, ഇവിടെ മുകളിൽ ന എന്നുള്ള അക്ഷരം നമ്മൾ പഠിച്ച അക്ഷരമാണ്. ദുറൂസിൽ ഇപ്പോൾ വന്നിട്ടുണ്ടെങ്കിലും തഫ്ഹീമിൽ ആദ്യം നമ്മൾ പഠിച്ചതാണ് ന എന്നുള്ളത് അല്ലേ? ന എന്നുള്ള അക്ഷരം നൂനിന് ഫതഹ് നൽകിയപ്പോൾ ന എന്നുള്ള അക്ഷരമായി. ഇത് നോക്കൂ, അതിൻ്റെ താഴെ ന എന്നുള്ള അക്ഷരം വെച്ച് എഴുതിയ ഒരു വാക്കുണ്ട്. ഇതേതാണ്? 1ാമത്തെ അക്ഷരം. 2 അക്ഷരങ്ങൾ കൂടിയ വാക്കാണ്. 1ാമത്തെ അക്ഷരം അലിഫാണ് അല്ലേ? അലിഫിന് നീട്ടാനുള്ള മദ്ദാണ് മുകളിൽ കൊടുത്തത്. ഇങ്ങനെ കൊടുത്താൽ, ഈ മദ് കൊടുത്താൽ എന്ത് വായിക്കാം? ആ എന്ന് വായിക്കും. ആ. നമ്മൾ അലിഫിന് മുകളിൽ ഫതഹിട്ട് പിന്നെ ഒരു അലിഫ് നീട്ടാനും ഇടുന്നതിന് തുല്യമാണ് ഈ മദ്. ആ ന, ആന. എന്താണ് വായിക്കുക? ഉറക്കനെ വായിക്കും. ആന, ആന. ഇനി പുതിയ അക്ഷരം നമ്മൾ പഠിക്കുന്നത് ഇതേപോലെ ന എന്നാണ്. പക്ഷേ ഇവിടെ അതിന് ചെറിയൊരു മാറ്റം കാണുന്നു. എന്താണ് നിങ്ങൾ കാണുന്ന മാറ്റമെന്ന് പറഞ്ഞു തരും. വെരി ഗുഡ്, അത് തന്നെയാണ്. എന്താണ്? താഴെയും പുള്ളി കാണുന്നുണ്ട്. ന എന്നതിന് മുകളിൽ പുള്ളി ഉള്ളൂ, പക്ഷേ ഈ ഒരു പുതിയ അക്ഷരത്തിന് താഴെയും പുള്ളി കാണുന്നു. ആ താഴെയും മുകളിലും ഓരോ പുള്ളി ഇട്ടാലുള്ള അക്ഷരമാണ് നമ്മൾ ഇന്ന് പഠിക്കുന്ന ണ എന്നുള്ള അക്ഷരം. ണ. എന്താണ് അക്ഷരത്തിൻ്റെ പേര്? ണ. ഇനി അത് നോക്കൂ, താഴെ എന്താണ് ഇവിടെ വന്നിട്ടുള്ളത്? ആ. ആ എന്നല്ലേ ഇത് വായിക്കുക? ആ എന്നാണ്. ശേഷം ന വന്നിട്ടുണ്ട്. ഇത് നമ്മൾ പഠിച്ച അക്ഷരം. നൂനും അതിന് ഫതഹ് വന്നു. നൂനാണ് ന. അതിന് അടിയിലൊരു പുള്ളിയും കൂടി വന്നപ്പോൾ ന എന്നായി. അപ്പോൾ ഇത് രണ്ടും കൂടി എന്താ വായിക്കും? ആ ണ, അണ, അണ, ആ ണ, അണ, ആന, ആന, ആ ണ, അണ. ഇനി താഴെ നിങ്ങൾ നോക്കൂ, കൂ. കൂ നമ്മൾ ആദ്യം പഠിച്ച അക്ഷരമാണ്. ണ് എന്ന് ന എന്ന അക്ഷരത്തിന് സുക്കൂനി വന്നപ്പോൾ ണ്, കൂൺ, കൂൺ. ഇനി അതിന് താഴെ നോക്കട്ടെ ഓരോ അക്ഷരങ്ങൾ. നൂനിന് ഫതഹ് ന, കസ്റ് നൽകിയപ്പോൾ നി,
ലമ്മ് നൽകിയപ്പോൾ നു. ഇനി അതിൻ്റെ കൂടെ ആ ചേർന്നു, സുക്കൂന് വന്നു. അൻ. എന്താണ് വായിക്കുക? അൻ. നാ. എൻ്റെ കൂടെ വായിക്കുക, എൻ്റെ മക്കൾ കൂടെ വായിക്കണം കേട്ടോ. ഉസ്താദ് വായിക്കുന്നതിന് ശേഷം ന, നി, നു, അൻ. ന, നി, നു, അൻ. ഇനി ശേഷം നോക്കൂ, ഇവിടെ ന എന്ന് എഴുതിയതുപോലെ തന്നെ പക്ഷേ താഴെ ഒരു പുള്ളിയുണ്ട്. അപ്പോൾ ഏതാണ് അക്ഷരം? നമ്മളിവിടെ പഠിച്ച ന എന്നുള്ള അക്ഷരം. ന. കസ്ർ നൽകിയപ്പോൾ നീ, നു, അൻ. ന, നീ, നു, അൻ. ഇനി താഴെ നോക്കൂ, ഒരുപാട് വാക്കുകൾ തന്നിട്ടുണ്ട്. ഉസ്താദ് വായിച്ച് തരാം, എന്നിട്ട് നിങ്ങൾ വായിച്ചാൽ മതി. ഇത് നമ്മൾ അണ എന്ന് ഇവിടെ വായിച്ചില്ലേ, അതേപോലെ തന്നെ ആ വന്നു. ശേഷം ന എന്നതിന് ലമ്മാണ് വന്നിട്ടുള്ളത്. നു. ലമ്മ് വരുമ്പോൾ നു എന്നല്ല ഇവിടെ വായിച്ചത്. അപ്പോൾ അണു, അണു, ആ നു, അണു. ഇനി ശേഷം നോക്കൂ, ത. ഇനി ലമ്മ് വന്നു, തു, ന, തുണ, തുണ, തുണ. ഇനി അടുത്തത് തു എന്നതിന് നീട്ടാൻ വാവ് കൂടി വന്നു, തൂ. പിന്നെ സുക്കൂന് ണ്, തൂൺ, തൂൺ. ഇവിടെ കൂൺ എന്ന് വായിച്ചില്ലേ, ഈ കൂ എന്നതിന് സ്ഥാനത്ത് തു എന്ന് വന്നു, തൂൺ. ഇനി നോക്കൂ, തു. ഇവിടെ നമ്മൾ തു. ശേഷം ന, കസർ വന്നു, ണി എന്നായി, തുണി, തുണി, തുണി. നിങ്ങൾ മലയാളത്തിൽ തുണി എന്ന് പറയില്ലേ, അത് അറബിയിൽ എഴുതുമ്പോൾ തു എന്ന് സാധാരണ ത, തു എന്ന് എഴുതാം. എന്നിട്ട് നീ എന്ന് ചേർത്ത് കൊടുക്കാം, തുണി എന്നായി. ഇനി അടുത്തത് നോക്കൂ, അലിഫിന് യകാരമാണ് വന്നിട്ടുള്ളത്, യെ. പിന്നെ ണ എന്നതിന് ഷദ് വന്നിട്ടുണ്ട് അല്ലേ, ണ മാത്രമല്ല ഷദ് ഉണ്ട്. അപ്പം ണ. അപ്പം എണ്ണ. പിന്നെ മീമിന് സുക്കുന്, എണ്ണം, എണ്ണം. ഇനി അടുത്തത് നോക്കൂ, ഒരു സ്ഥലത്തിൻ്റെ പേരാണ് ഇവിടെ വന്നിട്ടുള്ളത്, കണ്ണൂർ അല്ലേ. കണ്ണൂർ അറിയാത്തവരുണ്ടോ? കണ്ണൂരുള്ളവരൊക്കെ ഉണ്ടാവും ഇത് കേൾക്കുന്നത്. ഏതായാലും ഇവിടെ വന്നിട്ടുള്ള കണ്ണൂരാണ്. ക. ഒന്നാമത്തെ ക. ണു. ഷദ് വന്നിട്ടുണ്ട്, ലമ്മാണ്, ണു. ലമ്മായത് കൊണ്ട് നീട്ടാൻ എന്ത് കൊടുക്കണം? വാവ് കൊടുത്തു, ണു, കണ്ണൂ. ല്ലേ, റാഇന് സുക്കുൻ, കണ്ണൂർ, കണ്ണൂർ. ഇനി നോക്കൂ, അടുത്തത് ഒരു ജീവിയുടെ പേരാണ്, നിങ്ങൾക്കൊക്കെ അറിയുന്ന ആളാണ്. അ. അലിഫിന് ഫതഹ്, അ. ശേഷം ണ, ഷദ് വന്നു, ണ. ഫതഹ് കൊണ്ട് നീട്ടാൻ എന്താ കൊടുത്തത്? വാവാണോ? അല്ല, അലിഫാണ് കൊടുത്തിട്ടുള്ളത്. അണ്ണാ. ശേഷം നൂനിന് സുക്കുന്, അണ്ണാൻ, അണ്ണാൻ, അണ്ണാൻ. അണ്ണാനെ കാണാത്തവരുണ്ടോ? ഇല്ലല്ലേ, എല്ലാവരും കണ്ടിട്ടുണ്ടാവും അണ്ണാനെ. ഇനി നോക്കൂ, അടുത്തത് മീമിന് ഫതഹ്, മ. ന എന്ന അക്ഷരത്തിന് സുക്കൂനാണ്, ഷദ് കൂടി വന്നു, ണ്, മണ്ണ്. അപ്പം എന്താ വായിക്കുക? മണ്ണ്, മണ്ണ്. അടുത്തത് നോക്കൂ, ഇവിടെ നമ്മൾ വായിച്ച ഈ ഒരു വാക്കിനെ ചെറിയ രൂപമാറ്റം വന്നിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. ക തന്നെയാണ് ആദ്യത്തെ ക. പിന്നെ നു എന്നാണ് ഇവിടെ വന്നിട്ടുള്ളത് അല്ലേ. അതിന് ഇവിടെ ലമ്മാണ് വന്നിട്ടുള്ളത്, പക്ഷേ ഇവിടെ യകാരമാണ് വന്നത്. അപ്പം ണേ, ണേ. യകാരത്തിനെ നീട്ടാൻ എന്താണ് കൊടുക്കൽ? പറയ്. യകാരത്തിന് നീട്ടാൻ യാ. ഇവിടെ കണ്ട യാ കൊടുത്തിട്ടുണ്ട്, കണ്ണേ എന്നറിയും, കണ്ണേർ. റാഇന് സുക്കൂൻ, കണ്ണേർ, കണ്ണേർ. എന്താ വായിക്കുക? കണ്ണേർ. ഇത് കണ്ണൂർ, കണ്ണേർ. ഇനി നോക്കൂ, ഇവിടെ കുറച്ച് വാക്ക്, ഒരു 3 വാക്കുകൾ, വലിയ വാക്കുകൾ വന്നിട്ടുണ്ട് അല്ലേ. നോക്കൂ, ഉസ്താദ് വായിക്കാം. ഒന്നാമത്തെ എല്ലാവർക്കും അറിയുന്ന വാക്കാണ്, ഒരുപാട് തവണ വന്ന, നിങ്ങൾ ദുറൂസിൽ പാഠത്തിലൊക്കെ വന്നാണ്. ഉസ്താദ് വായിക്കാം. അല്ലാഹു, അല്ലാഹു. ഏകനാണ്, ഏകനാണ്. അല്ലാഹു ഏകനാണ്. ഒന്നും കൂടി ഉസ്താദ് വായിക്കാം, എന്നിട്ട് നിങ്ങൾ വായിക്കണം. അല്ലാഹു ഏകനാണ്. ഇനി അടുത്ത് നോക്കൂ, ഒന്നാമത്തെ അ, വ, നാണ്. അവനാണ്, അവനാണ്. നമുക്ക്,
നമുക്ക് തുണ. അവനാണ് നമുക്ക് തുണ. ഇനി ശേഷം ഒന്നുകൂടി നോക്കൂ. അവിടെ അവനെ, യകാരാണ് നെ എന്ന്. അവനെ നാം ഓർക്കണം. ഒന്നുകൂടി ഉസ്താദ് വായിക്കാം, എന്നിട്ട് നിങ്ങൾ വായിക്കണം. അവനെ നാം ഓർക്കണം. ഇത് നിങ്ങൾ ഇപ്പുറത്തേക്ക്, ഇതൊക്കെ നിങ്ങൾ അങ്ങനെ ചെയ്യേണ്ടത്. ഇത് ഈ കള്ളിയിലേക്ക് എല്ലാം വായിക്കുകയും ചെയ്യണം. ഇവിടെ വായിക്കാം എഴുതാം എന്നാണ് ഹെഡിങ്. അതുകൊണ്ട് എല്ലാം വായിച്ചിട്ട് നിങ്ങൾ എഴുതണം ഓരോ കള്ളിയിൽ. ഇനി അടുത്ത ലാസ്റ്റ് വർക്കാണ്. ഇവിടെ നിങ്ങൾക്ക് 3 അക്ഷരങ്ങൾ തന്നിട്ടുണ്ടല്ലേ. ഒന്ന് ആ, തോ, കോ. പിന്നെ ഈ റൗണ്ട്, ഈ വട്ടത്തിൻ്റെ ഉള്ളിൽ എന്താ തന്നിട്ടുള്ളത്? ഇതേത് അക്ഷരം? നീ എന്നാണോ? അല്ല, നീ എന്നല്ല, ണി എന്നാണ്. കാരണം താഴെയും പുള്ളി ഒന്ന്, മുകളിലും ഒരു പുള്ളി, ന എന്ന്. അതിന് കസറ് വന്നപ്പോൾ നീ എന്നായി. ഇനി എന്താണ് ചെയ്യേണ്ടത്? ഈ വർക്ക് ഒന്നാമത്തെ അക്ഷരം ഇതിലേക്ക് ചേർക്കുക, എന്നിട്ട് വായിച്ചിട്ട് അത് ഇവിടെ എഴുതുക. ഒന്നാമത്തേത്. രണ്ടാമത്തെ അക്ഷരം ഇതിലേക്ക് ചേർക്കുക, വായിക്കുക, ഇവിടെ എഴുതുക. മൂന്നാമത്തെ അക്ഷരം ഇതിലേക്ക് ചേർക്കുക, വായിച്ച് ഇങ്ങോട്ട് എഴുതുക. അപ്പോൾ ഉസ്താദ് വായിച്ച് തരാം, നിങ്ങളത് കൂടെ വായിക്കുക. അതിനുശേഷം പിന്നീട് നിങ്ങൾ എഴുതി കൊടുത്താൽ മതി. ഒന്നാമത് നോക്കൂ. ആ ണി, ആണി. അത് നിങ്ങളിവിടെ എഴുതണം. ഇനി അടുത്തത് തോ ണി, തോണി. അത് നിങ്ങൾ രണ്ടാമത്തെ കള്ളിയിലേക്ക് എഴുതണം. മൂന്നാമത്തെ നോക്കൂ, അവസാനം കോ ണി, കോണി. അത് നിങ്ങൾ മൂന്നാമത്തെ കള്ളിയിലും എഴുതണം. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വളരെ ഭംഗിയായി രക്ഷിതാവിൻ്റെ ഉമ്മയുടെ ഉപ്പയൊക്കെ കൂടെ നിന്ന് നല്ല വൃത്തിയായി ചെയ്ത് ഉസ്താദിനെ കാണിച്ച് 3 സ്റ്റാർ 3 സ്റ്റാർ നിങ്ങൾ വാങ്ങണം. വായിച്ചും എഴുതിയും കൊടുത്താലേ 3 സ്റ്റാർ കിട്ടുള്ളൂ. എല്ലാവരും എഴുതി മാത്രം പോയി ഉസ്താദ് വായിപ്പിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ 2 സ്റ്റാറൊക്കെ ആയിരിക്കും കിട്ടുക. അപ്പോൾ എല്ലാവരും 3 തന്നെ വാങ്ങണം. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല നമ്മളെ നല്ല കുട്ടികളാക്കി തരട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.